അത് പ്രതിഷേധിക്കുന്നതിലൊരു തെറ്റുമില്ല എന്ന് ഞാൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുപോലെ ലോകത്തെവിടെയും ഒരു മന്ത്രിസഭയ്ക്കെതിരെ പ്രതിഷേധിക്കുകയോ ആ മന്ത്രിസഭയിലെ അംഗങ്ങളായ മന്ത്രിമാർക്കെതിരെ പ്രതിഷേധിക്കുകയോ ചെയ്യുന്നത് ഒരു തെറ്റുള്ള കാര്യമല്ല. അത്തരം പ്രതിഷേധങ്ങൾ വരണമെന്നാണ് ഇപ്പോൾ എൻ്റെയൊക്കെ അഭിപ്രായം. കാരണം പ്രതിഷേധങ്ങൾ ഉയർന്നു വരണം. എന്നാൽ ഇത് പ്രതിഷേധമാണോ? ഇത് ജനാധിപത്യപരമായ ഒരു സമരരീതിയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് BJP സമരം ചെയ്യുന്നു. റെയിൽവേ സ്റ്റേഷനകത്ത് പെട്ടെന്ന് KSUവിൻ്റെ പേരിൽ പെട്ടെന്ന് ചാടി വീണ് മന്ത്രിക്ക് നേരെ വരുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ പ്രതികരണം ഞാൻ TV കണ്ടു. സ്പീക്കറെ ഞാൻ ഫോണിൽ വിളിച്ചു, സ്പീക്കർ എനിക്ക് കിട്ടിയില്ല. ഇത് ഒരു ജനാധിപത്യപരമായ സമരമായി കാണാൻ പറ്റുമോ? നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഇത് ജനാധിപത്യപരമായ സമര രീതിയല്ല. രാജീവ് ഗാന്ധിയെ മുമ്പ് ബെൽറ്റ് ബോംബ് വെച്ച് കൊലപ്പെടുത്തിയത് നമുക്കറിയാം. ഇതൊരു ജനാധിപത്യ രീതിയായ സമരമാണോ? ആർക്കെങ്കിലും അത് അംഗീകരിക്കാൻ പറ്റുമോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വിമാനത്തിൽ തടഞ്ഞുകൊണ്ട് നടത്തിയൊരു പ്രതിഷേധം നമ്മൾ കണ്ടു. അത് ജനാധിപത്യപരമല്ല. അപ്പോൾ ആർക്കും എങ്ങനെയും പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ നടന്നു പോകുമ്പോൾ വേണം ഒരു 10 ആൾക്ക് ചാടി വന്ന് വീണ് സർക്കാരിനെതിരെ വികാരമുള്ളവർക്ക്, അതല്ലെങ്കിൽ വ്യക്തിപരമായി രാഷ്ട്രീയമായി എന്നോട് വിരോധമുള്ളവർക്ക് ഒരു 10 ആൾക്ക് വളഞ്ഞിട്ടിന് ഭീകരമായിട്ട് അടിക്കാം. അടിച്ചത് കൊണ്ട് സർക്കാർ ഉയർത്തുന്ന ആശയം അവിടെ പരാജയപ്പെടുന്നില്ല. ഞാൻ ഉയർത്തുന്ന രാഷ്ട്രീയം അവിടെ പരാജയപ്പെടുന്നില്ല. രാഷ്ട്രീയ വിരോധത്തിൻ്റെ ഭാഗമായി എന്നെ ആക്രമിക്കുന്നവരുടെ രാഷ്ട്രീയം അവിടെ വിജയിക്കുന്നുമില്ല. അതൊരു ജനാധിപത്യ രീതിയല്ല. അപ്പം ഇതും നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഒരു ജനാധിപത്യപരമായ രീതിയല്ല. അതുകൊണ്ട് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സമരങ്ങൾ വരുന്നു എന്നുള്ള ഗൗരവമേറിയ പരിശോധന ബന്ധപ്പെട്ടവർ നടത്തണം. കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിന് നേരെ കുറേ കാലമായി ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ആ ഹെയ്റ്റ് ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരാണ്. ആ ഹെയ്റ്റ് ക്യാമ്പയിൻ്റെ ഉൽപ്പന്നമാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ. ആ ഹെയ്റ്റ് ക്യാമ്പ് ഇത്തരം ആക്രമണങ്ങളെ വലിയ നിലയിലേക്ക് ഉൽപ്പാദിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ആക്രമണങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഇത്തരം ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നവർ, ഇത്തരം അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ ഈ സമരരീതി തെറ്റാണെന്ന് പറഞ്ഞ് സ്വയം മാപ്പ് പറയാൻ തയ്യാറാകണം. ജനാധിപത്യ കേരളത്തിന് അപമാനമാണ് ഈ സംഭവം. ജനാധിപത്യ കേരളം ഒരുപാട് സമരങ്ങൾ കണ്ടതാണ്. ജനാധിപത്യപരമായി സമരം ചെയ്തവരെ വെടിവെച്ചു കൊന്ന ചരിത്രം ഈ കേരളത്തിലുണ്ട്. കൂത്തുപറമ്പ് സംഭവം. ജനാധിപത്യപരമായി സമരം ചെയ്തവരെ ഭീകരമായി പോലീസിനെ ഉപയോഗിച്ച് മർദ്ദിച്ച സംഭവങ്ങൾ ഈ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളിൽ പലരും, നിങ്ങളായാലും ഞാനായാലും നമ്മളിൽ പലരും അത്തരം സമരങ്ങളിൽ പങ്കെടുത്തവരാണ്. എന്നാൽ ഇതൊരു ജനാധിപത്യപരമായ സമരമല്ല. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടവർ മാപ്പ് പറയാൻ തയ്യാറാകണം. എന്താണ് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ചെയ്യുന്ന തെറ്റ്? ഇന്ത്യയിലെ ഏറ്റവും നല്ല ധർമാശുപത്രികളായി കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ നിലനിർത്തുന്നതാണോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം നടപ്പിലാക്കുന്നതാണോ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ചെയ്യുന്ന തെറ്റ്? ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഇതുപോലെ മികച്ച നിലയിൽ ധർമാശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ടോ? സർക്കാർ ആശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ടോ? ഈ സമരം ചെയ്യുന്നവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം നയിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ നമ്മുടെ രാജ്യത്തില്ലേ? അവിടുത്തെ സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി എന്താണ്? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി എന്താണ്? സാധാരണക്കാരന് അവിടെ ചികിത്സ ലഭിക്കുന്നുണ്ടോ? അവിടെ ആരോഗ്യമന്ത്രിമാർ കോൺഗ്രസ് നേതാക്കന്മാരല്ലേ? അവരെ ഇതുപോലെ കൈകാര്യം ചെയ്യുമോ ഇവിടുത്തെ KSU? അവിടുത്തെ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവല്ലേ? അവരെ ഇതുപോലെ ആക്രമിക്കാൻ തയ്യാറാകുമോ KSU? ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യമന്ത്രിയും കേരളത്തിലെ LDF സർക്കാരും ലോകത്തിന് മാതൃകയാകാവുന്ന പൊതുജന ആരോഗ്യ സമ്പ്രദായം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണോ പ്രശ്നം? ഇതെന്ത് രീതിയാണ്? ഈ രീതി ശരിയാണോ? പ്രതിപക്ഷമാകുമ്പോൾ തന്നെ ഇങ്ങനെ. അപ്പോൾ ഗതികേടിന് ഭരണകക്ഷിയാണെങ്കിൽ
ഇവരെന്തൊക്കെ ചെയ്യുമെന്നുള്ള ചിന്ത ഈ നാട്ടിൽ വരികയാണ്. ഇത് ശരിയായ രീതിയല്ല. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ തെറ്റാണെന്ന് വിലയിരുത്തി ഇതിന് നേതൃത്വം കൊടുത്തവരെ സംഘടനാപരമായി നടപടി സ്വീകരിച്ച് മാപ്പ് പറയാൻ തയ്യാറാകണം. ഇത് ജനാധിപത്യപരമല്ല. മന്ത്രിമാരെ തടയലും സംസാരിക്കുകയായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ്. ഇത് ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധമല്ല എന്നതാണ് പറയുന്നത്. ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നൊരു ആവശ്യം കൂടി വെക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് കണ്ണൂരിൽ വലിയ പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഉയരുന്നതാണ്. യൂത്ത് കോൺഗ്രസ് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുത് എന്നൊരു മുന്നറിയിപ്പാണ് ഡിവൈഎഫ്ഐ നൽകുന്നത്. വലിയ രീതിയിൽ ഉള്ള പ്രവർത്തകരുടെ പങ്കാളിത്തം നമുക്ക് കാണാം. വലിയ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ഉയരുകയാണ്. തിരുവനന്തപുരത്ത് കന്റോൺമെന്റ് ഹൗസിലേക്ക് 6:30 ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് നടക്കും എന്ന ഒരു വിവരം കൂടി വരികയാണ്. സംസ്ഥാന വ്യാപകമായി തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ നടന്ന അക്രമത്തിൽ വലിയ പ്രതിഷേധമുയരുകയാണ്. ഡിവൈഎഫ്ഐയുടെയും CPM-ന്റെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമുയരുന്നു. തീക്കൊള്ളി കൊണ്ട് തലചൊറിയരുത് എന്ന ഒരു മുന്നറിയിപ്പാണ് യൂത്ത് കോൺഗ്രസിന് ഡിവൈഎഫ്ഐ നൽകുന്നത്. നേരത്തെ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, ഒറ്റപ്പെടുത്തുന്നു, വേട്ടയാടുന്നു എന്ന കാര്യം സൂചിപ്പിക്കപ്പെട്ടതാണ്. ഇപ്പോൾ വീണ ജോർജിനെതിരെ നടന്നു വരുന്ന ഹേറ്റ് ക്യാമ്പയിനെ കുറിച്ച് മുഹമ്മദ് റിയാസും സൂചിപ്പിച്ചു. അപ്പോൾ മന്ത്രിയെ വളഞ്ഞിട്ടാക്രമിക്കുന്നു എന്ന ആക്ഷേപം നേരത്തെ തന്നെയുള്ളതാണ്. ഇപ്പോൾ ശാരീരികമായ ആക്രമണത്തിലേക്ക് അത് കടക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ഉയരുന്നതാണ് നമ്മൾ കാണുന്നത്. അതേസമയം ഇതിനെതിരെ വലിയ പരിഹാസമാണ് കോൺഗ്രസിന്റെ പല നേതാക്കളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഒരു കാര്യം കെട്ടിച്ചമച്ചതാകാനാണ് സാധ്യത എന്നതാണ് KPCC അധ്യക്ഷന്റെ ഏറ്റവും പുതിയ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. KPCC അംഗമായ കണ്ണൂരിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവായ റിജിൽ മാക്കുറ്റി ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമത്തിൽ ഇപ്പോൾ കുറിച്ചിരിക്കുന്നത് കഴുത്തിൽ കത്രിക വെച്ച് പറന്നു പോകല്ലേ എന്നതാണ്. അതായത് കണ്ണൂരിലെ ജില്ലാ ആശുപത്രിയിലാണ് ആരോഗ്യമന്ത്രി ചികിത്സ തേടിയിരിക്കുന്നത്. അവിടെ കഴുത്തിന് വേദന അനുഭവപ്പെട്ടാണ് മന്ത്രി എത്തിയിട്ടുള്ളത്. അവിടെ ICUവിലാണ് ഇപ്പോൾ മന്ത്രി ഉള്ളത്. അപ്പോൾ അതാണ് ഒരു സർക്കാസമായി അല്ലെങ്കിൽ ഒരു പരിഹാസമായി റിജിൽ മാക്കുറ്റി കുറിച്ചിരിക്കുന്നത്. കഴുത്തിൽ കത്രിക വെച്ച് മറന്നു പോകല്ലേ എന്നതാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള പരിഹാസമാണ് ഇതിനോട് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നത് കൂടി കാണണം. അതേസമയം സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യം കൂടിയാണ്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചാണ് നമ്മൾ കാണുന്നത്. കന്റോൺമെന്റ് ഹൗസിലേക്ക് 6:30 തിരുവനന്തപുരത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ മാർച്ച് നടക്കാനിരിക്കുകയാണ്. MV ഗോവിന്ദന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നേരത്തെ വന്നതാണ്. മന്ത്രിയുടെ ദേഹത്ത് പ്രതിഷേധക്കാർ തൊട്ടിട്ടില്ല എന്നത് കോൺഗ്രസ് പറയുമ്പോൾ വലിയ രീതിയിലുള്ള അക്രമമാണ് നടന്നതെന്നും അത് മന്ത്രിയെ കൊല്ലാനുള്ള ശ്രമമായിരുന്നു എന്നതുമാണ് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന ഒരു ആരോപണമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞുള്ള ആക്രമണമാണിതെന്നും MV ഗോവിന്ദൻ ആരോപിക്കുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് CPM കണ്ണൂരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. P ജയരാജൻ, KK രാഗേഷ്, TV രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആ പ്രകടനം. ഇപ്പോൾ നമ്മൾ കാണുന്നു മറുഭാഗത്ത് ഡിവൈഎഫ്ഐയുടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അരങ്ങേറുകയാണ്. അങ്ങനെ സംസ്ഥാന വ്യാപകമായി ഈ സംഭവത്തിൽ വലിയ വിമർശനങ്ങളും വലിയ പ്രതിഷേധവും ഉയരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.